ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ ഇപ്പം മഴയാണല്ലേ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് നൂലപ്പവും പയറായിരുന്നു. രാവിലത്തെ എൻ്റെ കുക്കിംഗ് നല്ല സ്ലോ ആയിരിക്കും. അതാണ് എനിക്കിഷ്ടം. നല്ല റിലാക്സ് ആയിട്ടൊക്കെ പണിയെടുത്താൽ മതിയല്ലോ. ഇന്ന് ബീഫ് കറി വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കണേ. അതും വിചാരിച്ച് ഞാൻ സബോള അരിയാൻ നിന്നപ്പോഴാണ് ഒരാൾ ഓടി വന്നേക്കണേ. വേറെ ആരും ഇല്ലാട്ടാ, എനിക്കൊരു അനിയനുണ്ട്. ആളിച്ചിരി ചെറുതാ. പഠിപ്പിനേക്കാൾ ഇൻട്രസ്റ്റ് അവനക്ക് ഇങ്ങനത്തെ ഓരോ പണിയെടുക്കാനാണ്. പിന്നെ പണിയെടുക്കാനെന്നും പറഞ്ഞ് ഓരോന്ന് ഒപ്പിച്ചിട്ട് ആളങ്ങോട്ട് പോകും. എന്നാലും എനിക്കൊരു ഹെൽപ്പാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഞാൻ ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, സബോള അരിഞ്ഞാൽ കണ്ണീന്ന് വെള്ളം വരുന്നു. ആള് കേൾക്കാണ്ടതേ വെള്ളം വന്നിട്ട് ഹെൽമെറ്റൊക്കെ എടുത്ത് തലയിൽ വെച്ചിരിക്കുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എന്നാൽ നമുക്ക് ബീഫ് കറിക്ക് കിടക്കാം. സംഭവം സിമ്പിൾ. അതെ, ഇത്ര ഐറ്റംസ് ആണ് കേട്ടോ വേണ്ടത്. ആദ്യം കുറച്ച് കറുകപ്പട്ട, പെരുംജീരകം, കുരുമുളക് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഒന്ന് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ ഇതാക്കി എടുക്കുക. പിന്നെ അതിലേക്ക് സബോള, പിന്നെ ഞാനിവിടെ ഉള്ളി കുറച്ച് അധികം ചേർക്കുന്നുണ്ട്. ഒരു 10-15 ഉള്ളി നല്ല ടേസ്റ്റാണെന്ന് അറിഞ്ഞ് പിന്നെ കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. ഇൻഗ്രീഡിയൻസും മെഷർമെൻറ്റ്സൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കുറച്ച് നേരം നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. അതിലേക്ക് ഇതേ ഒരു 1.5 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുക്കണേ. ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം പിന്നെ തക്കാളി ഇടാൻ. തക്കാളി ഞാനൊരു 1.5 ഒക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക എല്ലാതും. അതൊന്നും ഒരു ബ്രൗൺ കളറായി വരുമ്പോഴേ 3 സ്പൂൺ ഞാനിവിടെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ പെരുംജീരകപ്പൊടിയാണ് കേട്ടോ ഇത്. 1 സ്പൂൺ ഇട്ടിട്ടുള്ളൂ. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി നമ്മുടെ എരിവ് അനുസരിച്ച് മാറ്റി കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിപ്പോഴല്ല, ബീഫ് ഇട്ട് കഴിഞ്ഞിട്ടാട്ടോ ഞാൻ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണേ. ബീഫ് നന്നായി കഴുകി വെച്ചത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം, പിന്നെ കുറച്ച് ഗരം മസാല. നേരത്തെ മസാലകൾ ചേർത്തപ്പോൾ ഞാൻ ഗരം മസാല ചേർത്തില്ലായിരുന്നു, അതിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം ബീഫ് വേവുമ്പോൾ കുറച്ച് അതിലുണ്ടാവും, അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. ഓരോ കുക്കറിന് ഓരോ വിസിലാണ്. ഞാനിവിടെ 5 വിസിലാട്ടോ കേൾപ്പിച്ചേക്കണേ. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ട് നന്നായിട്ട് ഒരു ബ്രൗൺ കളറാക്കുന്നുണ്ട്. അതിലേക്ക് വേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് കൂടാൻ നല്ലതാണ്. ഞാനിവിടെ കറി ഉണ്ടാക്കുന്നുണ്ട്, അതോടൊപ്പം ബീഫ് ഫ്രൈയും ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ കറി ഒരുവിധം സെറ്റായിട്ടുണ്ട്. നമുക്ക് ഉപ്പൊക്കെ നോക്കി വേണ്ട വിധം സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ കറി മാറ്റി വെച്ചിട്ടുണ്ട് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ നാളേരക്കൊത്ത് ഞാൻ കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച്. പിന്നെ അതിലേക്ക് കുറച്ച് ഫ്രൈ ആക്കാൻ വേണ്ടി ബീഫ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളകും മല്ലിയിലയും സവാളയും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കുക. ഈ ഒരു പാകമാണ് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്കൊന്ന് സവാളയൊക്കെ വെച്ച് ഗാർണിഷ് ചെയ്യാം. എത്ര അൺഹെൽത്തിയാന്ന് പറഞ്ഞാലും പൊറോട്ടയും ബീഫും വെച്ച് കൊടുത്താൽ ആരായാലും കഴിച്ചു പോയല്ലേ. ഇന്നപ്പോൾ പൊറോട്ട ഇരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിരുന്നു പൊറോട്ടയും ബീഫും കഴിച്ചു.